ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റതൻ ലിഉലിൽ അൽബാബ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സമയങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു വെള്ളിയാഴ്ച കൂടി അവന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹം ലഭിച്ച മുഴുവൻ വിശ്വാസികളെയും വിശ്വാസിനികളെയും സ്വന്തമെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാചീന മനുഷ്യന്റെ ജീവിത രീതികളെ കുറിച്ച് ആധുനിക മനുഷ്യൻ വളരെയേറെ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. അതിലൂടെ കണ്ടെത്തിയ കാര്യം, വനാന്തരങ്ങളിൽ ജീവിച്ച് കായികനികളും വനവിഭവങ്ങളും ഭക്ഷിച്ച് വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യർ നാഗരികതയിലേക്ക് ഉയർന്നു വന്നത് നദീതട സംസ്കാരത്തിലൂടെയാണ്. നദീതടങ്ങളിൽ കുടിയേറി പാർത്തു തുടങ്ങിയത് മുതലാണ്. ലോകത്ത് നാഗരികത വളർന്നു വന്നിരിക്കുന്നത് നദീതട സംസ്കാരങ്ങളിലൂടെയാണ്. ഇന്ത്യയിൽ സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ നാഗരികത, ഇറാഖിലെ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും നദീതട സംസ്കാരം, മെസൊപ്പൊട്ടോമിയ നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി നാഗരികത പിന്നീട് വളർന്നത് നദീതട സംസ്കാരങ്ങളിലൂടെയാണ്. ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിത രീതി, വിശ്വാസം, സംസ്കാരം, ആചാരങ്ങൾ എല്ലാം തന്നെ ആധുനിക മനുഷ്യൻ ഗവേഷണത്തിലൂടെ കണ്ടെത്തി പഠിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ, ഈ രീതിയിലുള്ള കാര്യങ്ങള് വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് കൃത്യമായിട്ട് പ്രതിപാദിച്ചു തരുന്നുണ്ട്. ക്രിസ്തുവർഷം, ക്രിസ്തുവിന് മുമ്പ് BC 3000 വർഷങ്ങൾക്ക് മുമ്പ് മെസൊപ്പൊട്ടോമിയയിലെ നാഗരികതയെ, അവിടുത്തെ സംസ്കാരത്തെ കുറിച്ചൊക്കെ ഖുർആന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രം നമുക്ക് പഠിക്കേണ്ടതും അതിലെ ഗുണപാഠങ്ങളുമാണ്. ചരിത്രങ്ങളിൽ ഗുണപാഠമുണ്ട്, ആശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആണ് ചരിത്രം. ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കളയേണ്ടതോ തിരുത്തേണ്ടതോ ഒന്നുമല്ല. ചരിത്രം അതിൻ്റെ കൃത്യമായ രേഖകളിൽ എന്നും നിലനിൽക്കുന്നതാ. തിരുത്താൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്, ഏത് രാജ്യത്തിൻ്റെയും ചരിത്രം തിരുത്താൻ ശ്രമിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെതുണ്ട്, ലോകത്തിന്റെ ചരിത്രമുണ്ട്. അപ്പൊ ഈ പ്രാചീന സമൂഹത്തിലുള്ള ആളുകൾ ജീവിച്ചത് എങ്ങനെയാണ്, അവരുടെ വിശ്വാസം എന്തായിരുന്നു, അവിടെ ആചാരങ്ങളും സംസ്കാരങ്ങളും എങ്ങനെയായിരുന്നു എന്ന് ഗവേഷണത്തിലൂടെ പഠിച്ചെടുത്ത ആധുനിക മനുഷ്യരുണ്ട്. അപ്പൊ അവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് പഠിക്കേണ്ടതുണ്ട്. ഈ ചരിത്രങ്ങള് നമുക്ക് ഗുണപാഠമുണ്ട്, ആശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ഫീ ഖസസിഹിം, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റതൻ. നിങ്ങൾക്ക് മുൻകഴിഞ്ഞ ആളുകളുടെ ചരിത്ര കഥനങ്ങളിൽ ഇബ്റത്തുണ്ട് എന്നാണ്, ഗുണപാഠമുണ്ട്. ആർക്ക്? ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ തന്നെ ഗുണപാഠങ്ങൾ ലഭിക്കാനുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഈ നാഗരികതയുടെ ഒരു അടയാളപ്പെടുത്തലാണ്. അത് ഖുർആൻ പറയുന്നുണ്ട്. ബാബിലോണിയയില് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അവിടെ നടന്ന സംസ്കാരങ്ങള്, അവിടുത്തെ ആചാരങ്ങള്, വിശ്വാസങ്ങളെ അത് വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അവരുടെ മതജീവിതം എങ്ങനെയാണ്, എന്താണ് എന്ന് ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട്. സ്വന്തം കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ആരാധിക്കുക, പ്രകൃതി പ്രതിഭാസങ്ങളെ ആരാധിക്കുക, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ തന്നെ ആരാധിക്കുന്ന ഒരു ജനസമൂഹം, അവരായിരുന്നു ആ അന്നത്തെ
അവരുടെ മനസ്സിലുള്ള ദൈവങ്ങളായിരുന്നു അതൊക്കെ. ഇന്ന് മനുഷ്യന്റെ മനസ്സിൽ പല ദൈവങ്ങളും ഉണ്ട്, ഇതുപോലുള്ളതൊക്കെ തന്നെ. പക്ഷെ അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ സമൂഹത്തില് വരുന്ന സമയത്ത് ആ സമൂഹത്തിലുണ്ടായിരുന്ന ആളുകളുടെ ദൈവങ്ങൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, അവര് കൈകൊണ്ട് കൊത്തിയുണ്ടാക്കുന്ന മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും മരം കൊണ്ടും കൊത്തിയുണ്ടാക്കുന്ന വിഗ്രഹങ്ങളും, ഇതായിരുന്നു അവരുടെ അന്നത്തെ ആരാധ്യന്മാർ. ഒരാരാധ്യനല്ല, അവർക്ക് ആരാധ്യന്മാരുണ്ടായിരുന്നു. പല ആവശ്യങ്ങൾക്കും പല ആരാധ്യന്മാരായിരുന്നു. ഇന്ന് ഹൈന്ദവ സമൂഹത്തിലൊക്കെ കാണുന്നത് പോലെ പല ദേവീദേവന്മാർ നമുക്ക് കാണാൻ സാധിക്കും. വായുദേവനും അഗ്നിദേവനും വരുണദേവനും, ഇങ്ങനെ കുറെ ദൈവങ്ങളെ കാണാൻ സാധിക്കും. അപ്പൊ അതുപോലെ അന്നും ഉണ്ടായിരുന്നു, ഓരോ ആവശ്യങ്ങൾക്കും ഓരോന്നിനും. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും അദ്ദേഹം ചിലവഴിക്കുന്നത് ഈ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയായിരുന്നു, അവരെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത് വേണ്ടിയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമി നമുക്ക് മാതൃക ഉണ്ട്, എല്ലാ രംഗത്തേക്കും ഇബ്രാഹിം നബിയിൽ മാതൃക കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മില്ലത്ത് നമ്മൾ സ്വീകരിക്കണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. അത് കാനത്തിലേക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിമ വല്ലദീന മഅഹു. അല്ലാഹു പറയണേ, ഖദ് കാനത്തിലേക്കും ഉസ്വത്തുൻ ഹസന ഫി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വല്ലദീന മഅഹു, അദ്ദേഹത്തിന് കൂടെ ജീവിച്ച വിശ്വാസികളിൽ നിങ്ങൾക്ക് മാതൃക ഉണ്ട്. ഇതേ വചനം പോലെ വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. ആ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നും പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പറ ആ മില്ലത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളെ ഖുൽ സദഖല്ലാഹ്, നബി നീ പറയുക സദഖല്ലാഹ്, അല്ലാഹു സത്യം പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുന്നതറിയോ, ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഫത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, നിങ്ങൾ പിന്തുടരുക. മനുഷ്യരോട് ഒന്നടങ്കം അള്ളാഹു പറയുന്നതാണ് ഇബ്രാഹിമിന്റെ മില്ലത്ത് നിങ്ങൾ പിന്തുടരുക. കണ്ടേ, ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് പറയുകയും കുറെ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങൾ ആഖ്യാനങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും പൂർണ്ണമായ ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ആകെ 1-2 സ്ഥലങ്ങളിലെ ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുള്ള പ്രതിപാദ്യമുള്ളൂ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്ത് മറിയമിൽ 19-ാം അധ്യായത്തിൽ വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, ഇത്രയേ ഉള്ളൂ. ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് നിങ്ങൾ സ്മരിക്കുക, നിങ്ങൾ ഓർക്കുക. എന്താ പറഞ്ഞത്? ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, അദ്ദേഹം സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ മുഴുവനായിട്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം 25 അധ്യായങ്ങളിൽ 69 സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നുണ്ട്. 25 അധ്യായങ്ങളിൽ, സൂറത്തുകളിൽ 69 സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടേതാണ്. അപ്പൊ ഇത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ മില്ലത്താണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫൻ മുസ്ലിമൻ, ഹനീഫൻ, അദ്ദേഹം നേർക്കുനേരെ ചിന്തിക്കുന്ന, മനസ്സിൽ വക്രതയില്ലാത്ത മനുഷ്യനായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടതല്ല. എന്തിനാ അല്ലാഹ് ഇങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം മുസ്ലിമാണ്, ഋജുമനസ്കനാണ്, വിശ്വാസികളിൽ പെട്ടവനാണ്, മുശ്രിക്കുകളിൽ പെട്ടവനല്ല എന്ന് പറയാൻ കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഞങ്ങളുടെ പിതാവാണ് എന്ന് ജൂത ക്രൈസ്തവരൊക്കെ പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഞങ്ങളുടെ പിതാവാണ് ജൂതന്മാര്, ഇബ്രാഹിം അലൈഹിസ്സലാം ഞങ്ങളുടെ പിതാവാണ് എന്ന് ക്രൈസ്തവർ അവിടൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവരോട് അള്ളാഹു പറഞ്ഞു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ജൂതനോ ക്രൈസ്തവനോ അല്ല. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ, പിന്നെ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ
കീഴൊതുങ്ങിയ യഥാർത്ഥ മുസ്ലിമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. വമാ കാന മിനൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവരല്ല അദ്ദേഹം എന്ന് പറയുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? അല്ലാഹു ഇദാ ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമേൽ എല്ലാ രംഗത്തേക്കും, ഒരു മനുഷ്യൻ ജീവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും മാതൃക കാണിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രബോധന രംഗത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക എന്താ? നമ്മളൊക്കെ പാഠമാക്കേണ്ടതാണ് അത്. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുടുംബത്തിൽ നിന്നാണ് പ്രബോധനം ആരംഭിക്കേണ്ടതും അങ്ങനെയാണ്, കുടുംബത്തിൽ നിന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അങ്ങനെ പറയുന്നുണ്ട് അല്ലാഹു ട്ടോ. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ നീ പ്രബോധനം ആരംഭിക്കുകയാണ്, അതുകൊണ്ട് നീ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്താ? നീ നിന്റെ റബ്ബിനെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കണം. വറബ്ബക ഫകബ്ബിർ ഫസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധിയുള്ളതായിരിക്കണം. അതൊരു മാന്യതയാണത്. ഒന്ന്, നീ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക, അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. നീ നിന്റെ വസ്ത്രം വൃത്തിയാക്കുക. എന്നിട്ടോ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ നിന്റെ അടുത്ത ബന്ധുക്കളെ ഒക്കെ വിളിച്ചിട്ട് നീ അവർക്ക് ഈ ദീനിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച്, ഈമാനിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അത് റസൂൽ ചെയ്തു. റസൂലോട് അങ്ങനെ ആജ്ഞാപിച്ചു അല്ലാഹു. റസൂൽ തന്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി സഫാ കുന്നിന്റെ താഴ്വരയിൽ. എന്നിട്ട് റസൂലുള്ള ഓരോ കുടുംബക്കാരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തു. അവരോട് പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താ? ഈ മലക്ക് അപ്പുറത്ത്, അഥവാ സഫാ കുന്നിന് അപ്പുറത്ത് നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദെ. എന്തേ? കാരണം നീ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല, നീ അൽ അമീനാണ്, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ ഒരു ശിക്ഷ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. അത് നരകശിക്ഷയാണ്. കാരണം നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം നിങ്ങൾ മറ്റു പല ദൈവങ്ങളെയും ആരാധിക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കാതിരുന്നാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും, പരലോകത്ത് വലിയ ശിക്ഷ കിട്ടും. ഇത് കേട്ടപ്പോഴാണ് അബൂലഹബ് ആ സദസ്സിൽ നിന്ന്, നബിയുടെ കുടുംബക്കാരനാ, അദ്ദേഹം അവിടുന്ന് എണീറ്റ് നിന്നിട്ട് അവിടുന്ന് പറയുന്ന തന്റെ തലയിലുണ്ടായിരുന്ന, തോളിലുണ്ടായിരുന്ന തട്ടങ്ങനെ വലിച്ച് കൊടഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് പറയുന്നുണ്ട്, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദ ജമഅതന, മുഹമ്മദ് നിനക്ക് നാശം, ഇത് പറയാനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് നാശം എന്ന് പറയുന്നുണ്ട്. റസൂൽ അതിന് പ്രതികരിച്ചിട്ടില്ല, പക്ഷെ അതിന് പടച്ചോൻ പ്രതികരിച്ചു. അതെ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അബൂലഹബിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് പറഞ്ഞു മറുപടി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചീത്ത ഇങ്ങോട്ട് കിട്ടുമ്പോ അതിനേക്കാൾ ഇരട്ടി പറയല്ല, മിണ്ടാതെ നിന്നാ മതി, അതാ മാന്യത. അത് അല്ലാഹു റസൂലവിടെ പറഞ്ഞു, അതിന് അല്ലാഹ് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ള സ്വന്തത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നുമാണ് തുടങ്ങിയത്. ഇബ്രാഹിം അലൈഹിസ്സലാം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. പ്രബോധനം തുടങ്ങണ്ടേ? പുറത്തു പോയി പറയാൻ നല്ല രസാ. നമ്മൾ ഇന്നത്തെ ആലോചിച്ചോളി. ഞാൻ 10, 80, 90 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അവിടെ വന്നത്. എന്റെ നാട്ടിൽ എനിക്കിതുപോലെ പറയാൻ പറ്റണം, എന്റെ വീട്ടുകാരോട് പറയാൻ പറ്റണം. ഞാൻ ഖുർആൻ പഠിക്കുന്നുണ്ടോ? എന്റെ വീട്ടുകാർ ഖുർആൻ പഠിക്കണം. ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ടോ? എന്റെ വീട്ടുകാർ ആ ഖുർആൻ ക്ലാസ്സിൽ ഉണ്ടാകണം. അവിടെ നമ്മളെ പ്രബോധനം ഉണ്ടാവേണ്ടത്. അതാണ് പ്രബോധന മേഖലയിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം. നമ്മൾ നന്മയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുടുംബം എങ്ങനെയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരൊക്കെ പഠിപ്പിച്ചത് എങ്ങനെയാ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങി. വാപ്പണ്ട് ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ വിഗ്രഹ നിർമ്മാതാവാണ്, വിഗ്രഹ പൂജകനാണ്, വിൽപ്പനക്കാരനാണ്, അവിടുത്തെ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ വെച്ചെടുത്ത പൂജാരിയാണ്. ആ ബാപ്പാന്റെ അടുത്തേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദ്യം ചെല്ലുന്നത്. ഈ വഹിയൊക്കെ കിട്ടി, ഈ സംഗതികൾ അവിടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങി ആ വീട്ടുകാരുടെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു മകനായിക്കൊണ്ട്, ഒരു പ്രബോധനായിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ജീവിക്കുന്നത്. പുറത്തിറങ്ങി പോന്നിട്ടില്ല.
അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബാപ്പാനോട് പറഞ്ഞൊക്കെ സൂറത്ത് മറിയം 19-ാം അധ്യായത്തിൽ നമ്മൾ നിർത്തി വായിച്ചു കണ്ടി കൃത്യമായി കാണാൻ സാധിക്കും. ഈ തന്റെ ഉപ്പ ഇതിന് അദ്ദേഹത്തിന്റെ ആദർശത്തെതിരായിട്ട് പോലും വളരെ മാന്യമായിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഉപ്പനോട് യാ അബത്തി, എന്റെ പൊന്നുപ്പ എന്നാ വിളിക്കുന്നത്. ദേഷ്യപ്പെട്ട് വിളിച്ചിട്ടില്ല. പ്രബോധകന്റെ മുമ്പിൽ ഒരിക്കലും ഒരു ശത്രു ഉണ്ടാവാൻ പാടില്ല. പ്രബോധകന്റെ മുമ്പിൽ ഒരു ശത്രു ഉണ്ടായിക്കൊണ്ട് ആ പ്രബോധകൻ അങ്ങനെ നേരിട്ടാൽ ആ പ്രബോധനം ഫലപ്രാപ്തിയാവില്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകനും ഉപ്പയോട് എന്റെ പൊന്നുപ്പ യാ അബത്തി ലിമ തഅബുദു മാ ലാ തസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, എന്റെ പൊന്നുപ്പ, നിങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവങ്ങൾ, കേൾക്കാത്ത, കാണാത്ത, ഉപകാരം ചെയ്യാത്ത ഈ ദൈവങ്ങൾ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഉപ്പനോട് ചോദിക്കുക, മാന്യമായിട്ട് ചോദിക്കുക. കുറെ ചോദിച്ചു, കുറെ പറഞ്ഞു. ഉപ്പക്ക് ഇത് സഹി കെട്ടപ്പോ ഉപ്പ പറഞ്ഞ എന്താ അറിയോ? ഇബ്രാഹിം. ആ സന്ദർഭങ്ങൾ, ആ ചരിത്രം ഇങ്ങനെ വിഷ്ണു ഖുർആനെ ഓരോ ആയത്തും ഇങ്ങനെ കോർത്തിണക്കി പറയുന്നുണ്ട്. അതിന്റെ അവസാനത്ത് പറയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോട്, നീ എന്റെ ദൈവങ്ങൾ, ഞങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവങ്ങൾ നീ കുറ്റം പറയുകയാണോ? അങ്ങനെ നീ ഇത് അവസാനിപ്പിക്കുന്നില്ല, ഇല്ലം തൻതഹി, നീ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെടുത്തെറിഞ്ഞോടിക്കും. ശരി, വാപ്പയേക്കാൾ ആരോഗ്യമുള്ളവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം, ശക്തനാണ് വാപ്പയേക്കാൾ. നമ്മൾ കുടുംബമൊക്കെ ആലോചിച്ചോക്കെ നിങ്ങള്, ഇന്നത്തെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എത്രയാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെയൊക്കെ ആയിട്ടും ബാപ്പാനോട് എതിർത്തല്ല പറയുന്നത്. നമ്മൾ ഇന്ന് മക്കളോട് ഒന്ന് പറഞ്ഞാൽ 3 മക്കൾ ഇങ്ങോട്ട് പറയുന്ന മക്കളെ നമ്മളത് ആണെങ്കിൽ തല്ലും കിട്ടും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ് അവനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞെന്താ അറിയോ? ഖാല സലാമുൻ അലൈക, നിങ്ങൾക്ക് പടച്ചോന്റെ സമാധാനം ഉണ്ടാവട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ റബ്ബിനോട് നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ തേടിക്കൊള്ളാം. അതിന്റെ പേരിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾക്ക് ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ല എന്ന് പറഞ്ഞ ഖുർആൻ തന്നെ വേറെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീട്ടിൽ നിന്ന് ഇത് ആരംഭിച്ച് വീട് വിട്ട് പ്രതികരിച്ച് വീട് വിട്ടിറങ്ങി പോകുന്ന കാലഘട്ടം പുതിയത്. അത് ആലോചനയ്ക്ക് ഇതിനാക്കാം നമ്മളെ. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്നേഹത്തോടെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെയാണ് അതിന്റെ പ്രബോധിതരോട് പിരിയുകയും മുറിയുകയും അല്ല ചെയ്യേണ്ടത്. പ്രബോധിതരോട് ഒപ്പം നിന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെയാണ് നമുക്ക് ആവശ്യമാണ്, അവരെയാണ് നമ്മൾ നേർവഴിയേക്ക് കൊണ്ടുവരാനുള്ളത്. ബഹുദൈവ വിശ്വാസിയായിട്ടും ആ പിതാവിനോട് മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു മകനെയാണ് നമുക്ക് ഇബ്രാഹിം നബിയിൽ മാതൃക കാണിച്ചത്. അതുകൊണ്ട് യാ അബത്തി, എന്റെ പൊന്നു പിതാവേ എന്ന് അദ്ദേഹം വിളിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ രീതിയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ പല രീതിയിൽ പ്രബോധന രംഗത്ത് ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടി, ഇന്ന് പ്രബോധന മേഖലയിലും അല്ലാത്ത സന്ദർഭത്തിലൊക്കെ ഏറ്റവും നന്നായിട്ടുള്ളത് പിന്നെ അതിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന വിഷ്വലൈസേഷൻ ആണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് ഇന്ന് എല്ലാ ക്ലാസ്സുകളിലും നടക്കുന്നത്. പവർ പോയിന്റ് പ്രസന്റേഷൻ. ഇതേ സംഗതി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് കാണിച്ചു കൊടുത്തു ആ നാട്ടുകാർക്ക്. പവർ പോയിന്റ് പ്രസന്റേഷൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് കാണിച്ചു കൊടുത്തു. എന്താ? നാട്ടുകാർ ആരാധിക്കുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയൊക്കെ അവരുടെ ദൈവങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വൈകുന്നേരമായപ്പോ ആകാശത്ത് ചന്ദ്രനൊക്കെ ഇങ്ങനെ ഉദിച്ചു വന്ന് നക്ഷത്രങ്ങളെ കണ്ടപ്പോ രാത്രി ഇങ്ങനെ മൂടി വന്നു. കൗക്കബൻ, അപ്പൊ ആകാശത്ത് അദ്ദേഹം നക്ഷത്രങ്ങളെ കണ്ടു. ഇബ്രാഹിം നബി ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിക്ക് പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ്. അപ്പൊ അവർക്കും സന്തോഷമായി, ഇബ്രാഹിം നബി നമ്മളെ കൂട്ടത്തിൽ അയക്കണമെന്ന്. അദ്ദേഹത്തിന് അവർക്ക് നാട്ടുകാർക്കൊക്കെ സന്തോഷമായി. പക്ഷേ അദ്ദേഹം പറഞ്ഞു അസ്തമിച്ചു പോയി. നേരം വെളുത്തപ്പോത്തിന് ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ അസ്തമിച്ചു പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നതിനെ ഇഷ്ടപ്പെടുന്ന എന്റെ ദൈവമല്ല. അവർക്ക് മനസ്സിലാക്കി കൊടുക്കായിരുന്നു വിഷ്വലായിട്ട്, ഇത് റബ്ബാണ്. പിന്നെയും പറഞ്ഞ് ചന്ദ്രനെ കണ്ടു, ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചുയർന്നത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ് എന്ന്. അപ്പൊ ചന്ദ്രനെ ആരാധിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായ ഇത് ഇബ്രാഹിം നബി പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു നോക്കുന്നത്, എന്നാൽ അത് അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അസ്തമിച്ചു പോകുന്നതാണ്, അതുകൊണ്ട് തന്നെ അസ്തമിച്ചു പോകുന്നതിന്റെ റബ്ബല്ല, അത് വഴികേടിലേക്കാണ് പോവുക.
വീണ്ടും പറഞ്ഞു ഫലമ്മ അക്ബർ. സൂര്യനെ കണ്ടു, സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. എന്നിട്ടോ മാത്രല്ല റബ്ബ് എന്നല്ല, റബ്ബി ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് വലിയ റബ്ബ് എന്ന് പറഞ്ഞു. അപ്പൊ സൂര്യനെ ആരാധിക്കുന്ന ആൾക്കാർക്ക് തോന്നി ഇത് തിരക്കേടില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ റബ്ബെന്തല്ല, അസ്തമിച്ചു പോകുന്ന ഇതും എന്റെ റബ്ബല്ല, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനുമല്ല. അപ്പൊ അങ്ങനെ ഒരു മാതൃക അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം. അത് ആ ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രബോധനം എത്തിക്കാൻ അദ്ദേഹം സ്വീകരിച്ചൊരു മാർഗമാണ്. അത് ഇന്ന് നമ്മൾ പല രീതിയിലായിട്ട് ഇവിടെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലേക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാതൃക ഉണ്ട്. കുടുംബ ജീവിതത്തിൽ പോലും, കുടുംബ ജീവിതം, അദ്ദേഹത്തിന്റെ കുടുംബം, ഭാര്യമാര്, മക്കള്, നിങ്ങൾ ആലോചിച്ചോണ്ടി ആ ഒരു കുടുംബത്തെ കുറിച്ച് ആലോചിച്ചോണ്ടി. ഹജ്ജാണല്ലോ, ഹജ്ജില് ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ആ ഒരു ഓർമ്മകള് നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഹാജിമാർ പോകുന്നതും നിൽക്കുന്നതും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെയും ഭാര്യയെയും കൊണ്ടുവന്നാക്കുന്നത് ആരുമില്ലാത്ത സ്ഥലത്താ, മനുഷ്യന്മാരാരുമില്ല അവിടെ, വെള്ളമില്ല. ഒരു മനുഷ്യൻ ജീവിക്കാൻ കാര്യമായിട്ട് വേണ്ട വെള്ളമാണ്. ഉള്ള അവരെ കയ്യിലുള്ള വെള്ളം തീർന്നും പോയിട്ടുണ്ട്. ഇവരെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഭാര്യ ഹാജറ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അമറക്കല്ലാ, ഇത് പടച്ചോൻ പറഞ്ഞിട്ടാണോ ഞങ്ങളെവിടങ്ങൾ കൊണ്ടുവന്നാക്കിയത്? അതെ, പടച്ചോൻ പറഞ്ഞിട്ടാണ്. എങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ പൊയ്ക്കോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരവിടെ കൊണ്ടുവന്നുവാക്കി തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന് ഭാര്യ ചോദിക്കുന്ന ചോദ്യമാണത്, ഇത് പടച്ചോന്റെ കൽപ്പന കൊണ്ടാണോ? അതെ, എങ്കിൽ പ്രശ്നമല്ല. കാരണം അവരുടെ മനസ്സിലുള്ള പടച്ചോൻ അല്ലാഹു എന്ന ആശ്വാസത്രയാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ ഭാര്യയിലും മകനിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങൾ പൊയ്ക്കോ, പടച്ചോൻ ഞങ്ങളെ കാത്തോളും എന്ന് പറയുന്നത്. ആ ഒരു ആശ്വാസം നമ്മൾക്ക്, മക്കൾക്ക്, കുടുംബത്തിന് നമ്മൾക്ക് നൽകാൻ പറ്റുമോ അല്ലാഹ് എന്നുള്ള ബോധത്തിൽ? അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ പിതാവായി മാറുന്നത്. നമ്മൾക്ക് മില്ലത്ത് സ്വീകരിക്കണം എന്ന് ഇങ്ങനെ ഓരോ രംഗങ്ങളിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമ്മൾക്ക് മാതൃക കാണാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ അദ്ദേഹം തന്റെ കുടുംബത്തിന്, മക്കള് നന്മയിലാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനകൾ നമ്മൾക്ക് നല്ലൊരു പഠനം നടത്താൻ പറ്റുന്ന ഒരു വലിയ വിഷയമാണ് ഇബ്രാഹിം നബിയുടെ ഓരോ പ്രാർത്ഥനകൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അജഅൽനി മുഖീമസ്സലാത്ത വമിൻ ദുർരിയത്തി റബ്ബനാ തഖബ്ബൽ ദുആ, പടച്ചോനെ ഞാൻ നിസ്കരിക്കണോനാവണം എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല. നമ്മളിപ്പോ സുബൈക്ക് പള്ളിയിൽ പോരുന്നുണ്ട്, 18, 17, 25, 30 വയസ്സായ മക്കളും പുതിയാപ്പിളാരും വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ നിസ്കരിക്കാൻ പോരുന്നുണ്ട്, അത് പോരല്ലോ. നിങ്ങൾ സ്വന്തം നരകത്തുനിന്ന് രക്ഷപ്പെട്ടാ പോരാ, കുടുംബവും രക്ഷപ്പെടണല്ലോ. ഇബ്രാഹിം നബി അതിനാ പ്രാർത്ഥിച്ചേ, പടച്ചോനെ എന്നെ നിസ്കാരം നിർവഹിക്കുന്നവനാക്കണേ, പോരാ വമിൻ ദുർരിയത്തി, എന്റെ സന്തതികളെയും റബ്ബനാ തഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രാർത്ഥന പടച്ചോനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബിയുടെ മകനൊക്കെ അങ്ങനെ അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പം പോലും അല്ലാഹുണ്ടല്ലോ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അതിന് മാതൃക കാണിച്ചു കൊടുക്കുന്നത് അല്ലേ? ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. ലാളിച്ചു വളർത്തിയ മകനോട് ഒരിക്കലും അദ്ദേഹം പറയണേ, ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. വഹിയാണ് പ്രവാചകന്മാരുടെ സ്വപ്നം. എന്താ കണ്ടത്? ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, ഞാൻ നിന്നെ ബലിയെറുക്കണമെന്നാണ് സ്വപ്നം. ഫൻദുർ മാദാ തറ, എന്താ മോനെ നിന്റെ അഭിപ്രായമായിരുന്നു? ആ അഭിപ്രായം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞെന്താ? അല്ലാഹ് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഇഫ്അൽ മാ തുഉമർ, എന്താണോ കൽപ്പിച്ചത് അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. സതജിദൂനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ, നിങ്ങൾക്ക് അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ ക്ഷമാലുക്കളിൽ കാണാൻ പറ്റുന്ന. അപ്പൊ ഇത് മക്കള്, കുടുംബം, എവിടെയൊക്കെ നമ്മളുണ്ടോ അവിടെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ മാതൃക നമ്മൾക്ക്. അതുകൊണ്ടാണ് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഋജുമനസ്കനായ ഇബ്രാഹീമിന്റെ മാർഗം നിങ്ങൾ, ആ മില്ലത്ത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. ആ മില്ലത്ത് സ്വീകരിക്കാനാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരോടും അള്ളാഹു പറയും. മുസ്ലിങ്ങൾ മാത്രമല്ല, അദ്ദേഹം ജീവിച്ച കാലം മുതൽ ഇങ്ങോട്ട് അവിടുന്ന് അതാണല്ലോ ഈ പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയാണ് ബാക്കിയുള്ളവരൊക്കെ ആക്കേണ്ടത്.
അതാണ് പ്രവാചകന്മാർ സ്വീകരിച്ചത്, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. അപ്പൊ നമ്മൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത മാതൃകയില് എല്ലാ രംഗത്തേക്കും ഗുണപാഠങ്ങളുണ്ട്, മാതൃകയുണ്ട്. അത് ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ മില്ലത്ത് ഏകദൈവ വിശ്വാസത്തിന്റെ മില്ലത്താണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ആ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ഇബ്രാഹിമിന്റെ മാതൃക നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ മാതൃകയാണ് പിൻപറ്റിയാൽ മനസ്സിന് സമാധാനം ഉണ്ടാകും, മനസ്സിന് ശാന്തി ലഭിക്കും, ജീവിതത്തില് പരലോകത്ത് നമ്മൾക്ക് വലിയ ഗുണം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് നമ്മൾ പഠിക്കുക കൂടുതൽ, അദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിത രീതികളെ കുറിച്ച്, പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുകയും വിലയിരുത്തുകയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകള് ഏവരൊക്കെ കൊണ്ടിരിക്കുന്ന ഈ ഹജ്ജിന്റെ യാത്രകളൊക്കെ തുടങ്ങിയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇത് പ്രസക്തമാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.